ജെസ്സി നമ്മോടൊപ്പം ചെയ്യുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്. ക്രാബ് റോസ്റ്റ്. അത് തിരുവിതാംകൂറിലെ ശൈലിയിലെ അത് എങ്ങനെയാണെന്ന് ജെസ്സി നമുക്കിപ്പോൾ വിവരിച്ചു തരുന്നതാണ്. അത് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. ജെസ്സി, അപ്പോൾ ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. സാധാരണ നമ്മൾ നാടൻ വിഭവങ്ങൾക്ക് എപ്പോഴും പിന്നെ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പം പാപം കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഉലുവ ഇടുന്നു. പിന്നെ ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് പെരുംജീരകം, കരിയാപ്പില. ഇത് നല്ലപോലെ ഇടിച്ചതാണ്. നമ്മൾ ഗ്രൈൻഡ് ചെയ്തതല്ല, ചതച്ചെടുത്തതാണ്. പിന്നെ കൊച്ചുള്ളി ഒരു 15 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 മുഴുത്ത സബോള അരിഞ്ഞത്. പിന്നെ ഉപ്പ് ചേർക്കും. പിന്നെ മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി നമുക്ക് എരിവ് കുറവാണ് വേണ്ടിയെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി ഉപയോഗിച്ചാൽ മതി. പിന്നെ കുരുമുളക് പൊടി, പെരുംജീരക പൊടി, പിന്നെ ടൊമാറ്റോ 2 എണ്ണം. പിന്നെ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു 750 ഗ്രാമാണ് പിന്നെ ക്രാബ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അത് ശ്രദ്ധിച്ചു. 750 ഗ്രാം ക്രാബിന് 15 ചെറിയ ഉള്ളികളാണ് ഉപയോഗിക്കുന്നത്. 15 ചെറിയ ഉള്ളിയും 2 വലിയ സബോളയും. അപ്പം ജെസ്സി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതെ, ശരി, ആയിക്കോട്ടെ. അപ്പം നമ്മൾ ഗ്യാസ് സ്റ്റവ് കത്തിച്ചു. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുന്നതാണ് നല്ലത്. എപ്പോഴും നമ്മൾ നാടൻ കറികൾ വയ്ക്കുമ്പോൾ നാടൻ ചട്ടി ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതുപോലെ തന്നെ ചട്ടി ചൂടാകുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. കോക്കനട്ട് ഓയിലാണിത്. ഒരു 2 തൊട്ട് 3 സ്പൂൺ വരെ നമുക്ക് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ, അര ടീസ്പൂൺ മതി. അതൊന്ന് പൊട്ടട്ടെ. ഉലുവ പൊട്ടിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ജീരകം, ഒരു 3-4 പച്ചമുളക്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാം. പച്ചമുളക്, പിന്നെ കരിയാപ്പില. ഇതെല്ലാം കൂടെ നല്ലപോലെ ഇടിച്ചതാണ്. അത് നമുക്കിനി ഇടാം. അതൊരു 4 തൊട്ട് 5 സ്പൂൺ വരെ ആകാം. അപ്പം അത് കരിയാപ്പില കൂടുതൽ, നമ്മൾ ഏത് കറിക്കും കരിയാപ്പില കൂടുതൽ ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എപ്പോഴും നല്ല മുമ്പിലോട്ട് നിൽക്കും. അപ്പം പിന്നെ ഇനിയിപ്പോൾ ഇത് കുറച്ചൊന്ന് നല്ലപോലെ ഒന്നുള്ളൂ. ഒരു 2-3 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നിപ്പോൾ അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളർ അത്ര ആകണമെന്നില്ല, പക്ഷേ അതൊന്ന് മൂക്കണം. എന്നാൽ അതിൻ്റെ കുപ്പ് എന്ന് പറയുന്ന അത് പോകണം. ആ പോകുന്നിടം വരെ നല്ലവണ്ണം ഒന്ന് ഇളക്കി അതിൻ്റെ ഉണ്ടോ. ഇപ്പോൾ ആ സ്മെല്ലൊക്കെ ഉണ്ടോ, ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കരിയാപ്പിലയുടെയും ഒക്കെ സ്മെല്ല് അത് നന്നായിട്ട് വരുന്നില്ലേ? എനിക്ക് ചെറുപ്പം മുതലേ കുക്കിങ്ങിനോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്ന് ഞാനൊരു 3-ാം ക്ലാസ്സിൽ പഠിച്ചപ്പം തൊട്ടേ കുക്കിംഗ് ചെറുതായിട്ടൊക്കെ ചെയ്യും. അന്നൊക്കെ അമ്മ ആശുപത്രിയിലൊക്കെ കിടന്നപ്പോഴത്തേക്ക് വേറെ ആരും വീട്ടിലായിരുന്നു. അന്നേരം നമ്മൾ കുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ കുക്ക് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ബോംബെയിൽ വന്ന് എൻ്റെ കൊച്ചമ്മയുടെ കൂടെ നിന്നപ്പോഴാണ് കൂടുതലും കുക്കിങ്. കൊച്ചമ്മയും നല്ലപോലെ കുക്ക് ചെയ്യുന്ന ആളാണ്. അന്നപ്പം പുള്ളിയുടെ കൂടെ നിന്ന് ഒത്തിരി കുക്കിങ് ഇങ്ങനെ പഠിച്ചു. നോൺ വെജാണ് കൂടുതലും ചെയ്യുന്നത്. അതിൽ ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ലോബ്സ്റ്റർ എന്ന് പറഞ്ഞാൽ കിങ് പ്രോൺസ്. അതിൻ്റെ ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ വിശേഷങ്ങൾക്കൊക്കെ ഞാനത് ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് അതിന് സ്പെഷ്യൽ ലോബ്സ്റ്റർ ഒരു ദിവസം അതും നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇത് ഏകദേശം മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് കൊച്ചുള്ളി ഇടാം. കൊച്ചുള്ളി ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. ഉള്ളി ഇതുപോലെ തന്നെയാണ്. ഉള്ളി ഇടുന്നത് എപ്പോഴും ടേസ്റ്റ് കൂട്ടും. അപ്പം ഉള്ളി ഒരു 15 എണ്ണം. അത് ഇച്ചിരി ഒന്ന് കഴിയുമ്പോൾ നമുക്ക് സബോള, ഇത് 2 വലിയ സബോളയാണ്, അതും കൂടെ നമുക്കിടാം. നീളത്തിൽ തന്നെ അരിഞ്ഞാൽ മതി. നീളത്തിൽ തന്നെ അരിഞ്ഞാൽ മതി.
ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് അത് സ്പീഡിൽ പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ വഴന്ന് വരണം. ഒരു ബ്രൗൺ നിറം, മുമ്പേ പറഞ്ഞില്ലേ, ഒരു ബ്രൗൺ നിറം ആകുന്നിടം വരെ നമുക്ക് ഫ്ലെയിം നമുക്ക് മീഡിയത്തിൽ വെച്ചാൽ മതി. അല്ലെ അതൊക്കെ പെട്ടെന്ന് അടിയിലങ്ങ് കരിഞ്ഞു പിടിക്കും. ഇതൊക്കെ ഞാനെല്ലാം സ്വന്തമായിട്ടൊന്ന് പരീക്ഷിക്കും. എൻ്റേതായ ഞാൻ ഇതിലൊക്കെ നോക്കിയാൽ ഞാൻ എൻ്റേതായ രീതിയിലാണ് എല്ലാം ഇത് ചെയ്യുന്നത്. എങ്ങനെ ടേസ്റ്റ് കൂട്ടാം എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പരീക്ഷയും ചെയ്യും. ബോസ്കോ, ജെസ്സി ഏതായാലും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. അപ്പം ബോസ്കോയ്ക്ക് നല്ല ഫുഡുകൾ കഴിക്കാനുള്ള ഒരു അവസരം. അപ്പോൾ എന്താണ് ജെസ്സിയുടെ കുക്കിങ്ങിനെ കുറിച്ചുള്ള ബോസ്കോയുടെ അഭിപ്രായം? കുക്കിങ്ങിനുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബോംബെയിൽ നമ്മളെ ഫാമിലി അളിയച്ചാരും പെങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു പെണ്ണ് കാണാൻ ചടങ്ങ്. പഴയ കാലത്തിലേക്ക് പോയി. കൊച്ചു പെണ്ണാണ്. അപ്പോ പുള്ളിക്കാരത്തി ആ ഫുഡ് ഉണ്ടാക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അന്ന് ഞാനില്ല ബോംബെയിൽ, ഞാൻ ദുബായിലാണ്. അപ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു പെണ്ണ് കാണാൻ ചടങ്ങെന്ന് ചോദിച്ചു. അപ്പൊ അളിയച്ചാര് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അളിയച്ചാര് പറഞ്ഞ വാക്കുകളാണ് ഇത്. പറഞ്ഞ് എന്തായാലും നല്ല ഫുഡ് കഴിക്കാം, കോട്ടയം സ്റ്റൈലിൽ നല്ല ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു. ഫുഡിലാണ് വീണത്. ജെസ്സി ബോംബെയിലായിരുന്നു പറഞ്ഞു. ബോംബെയിലെ ആന്റിയാണ് കുക്കിങ്ങിന് വളരെ ഒരു എക്സ്പേർട്ട് പാർട്ടിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്തൊക്കെ ഐറ്റംസ് ആണ് ഈ നോൺ വെജ് കുക്ക് ചെയ്യുന്നത്? കൂടുതലും ചിക്കൻ്റെ വെറൈറ്റികളാണ് ഉണ്ടാക്കുമായിരുന്നത്. അന്നേരം കൂടുതലും ചിക്കൻ്റെ, പിന്നെ ഫിഷൊക്കെ ഉണ്ടാക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് വേറെ പരീക്ഷണങ്ങൾ, ഈ ലോബ്സ്റ്ററും കാര്യങ്ങളും ഒക്കെ പരീക്ഷണങ്ങൾ, പിന്നെ കബാബൊക്കെ പരീക്ഷണങ്ങളൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് ചെയ്യാൻ തുടങ്ങിയത്. അതൊക്കെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണ്? ഇതെല്ലാം സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണ്. ഈ പ്രോൺസും കാര്യങ്ങളും ചിക്കൻ്റെ വിഭവങ്ങളായിരുന്നു ഞാൻ ആൻറ്റി കൂടുതലും കുക്ക് ചെയ്ത്. പിന്നെ ഫിഷൊക്കെ ഉണ്ടാക്കും, പിന്നെ കട്ട്ലേറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയായിരുന്നു. പിന്നെ ഞാൻ തന്നെ എൻ്റെ പരീക്ഷണങ്ങളാണ് ഈ ലോബ്സ്റ്റർ ചെയ്യുന്നത്, കബാബ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത് ശരി. അപ്പം ചെറുപ്പം മുതലേ ഇതിലൊരു റിസർച്ചറാണ്. എനിക്ക് ചെറുപ്പം മുതലേ കുക്കിങ്ങിനോടൊരു പാഷനാണ്. പക്ഷേ സ്വീറ്റ്സ് എനിക്ക് അത്ര ചെയ്യാൻ ഇഷ്ടമില്ല. പക്ഷേ അല്ലാത്ത നോൺ വെജുകൾ ചെയ്യാനാണ് കൂടുതലിഷ്ടം. പ്രത്യേകിച്ച് ഫിഷ്, ചിക്കന്, മട്ടണ് അതൊക്കെ ചെയ്യും. മസാല ആദ്യം ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 4 ടീസ്പൂൺ ഇട്ടു. അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മല്ലിപ്പൊടി ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. മുളക് പൊടി കാശ്മീരി ചില്ലിയാണ്. അപ്പം അതിനാകുമ്പോൾ എരിവ് കുറവുള്ളതുകൊണ്ട് 2 സ്പൂണ് നമുക്കിടാം. 2 സ്പൂൺ ഇട്ടു. പിന്നെ നമുക്കത് അപ്പോഴത്തേക്ക് നമ്മുടെ തീ കുറച്ച് വെക്കണം, അല്ലെ അത് കരിഞ്ഞു പോവും. ഞാൻ സിമ്മിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇടുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ഇടാം. 1.5 ടീസ്പൂൺ ഇട്ടാം. പിന്നെ ഇത് പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതാണ്. പെരിഞ്ജീരകം അതൊരു 1/2 ടീസ്പൂൺ മതി. പിന്നെ ഇത് കുരുമുളകാണ്. കുരുമുളക് ഓൾറെഡി നമ്മൾ മുമ്പ് ചതച്ചപ്പോൾ 1 സ്പൂൺ കുരുമുളക് ഇട്ടതാണ്. അന്നേപ്പം എരിവിൻ്റെ നമുക്ക് ആവശ്യത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ഇടാം. ഞാനിപ്പോൾ ഇവിടെ 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇടയ്ക്ക് നമുക്ക് ഈ കരിയാപ്പില കൂടുതലിടുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് വരും. നമുക്ക് കരിയാപ്പില ഇങ്ങനെ ഇത് ചെയ്ത് ഇടാവുന്നതാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഈ മസാല എല്ലാം കിടന്ന് നല്ലൊന്ന് മൂക്കണം. ആ മസാല ഈ ഇതിൽ കിടന്നൊന്ന് മൂത്ത് കഴിയുമ്പം നമുക്ക് ബാക്കി ഇടാം. മസാലയൊക്കെ ഏകദേശം മൂത്ത് കണ്ട ആ മൂത്തൻ്റെ ആ സ്മെല്ല് വരുന്നുണ്ട്. അതെല്ലാം മൂത്തൻ്റെ ഒരു സ്മെല്ല്. അല്ലെങ്കിൽ നമ്മളങ്ങോട്ട് ഇടുമ്പോൾ ആ പച്ചമണം നമുക്ക് സ്മെല്ല് വരും. ഇതിപ്പം നല്ല മൂത്തു കണ്ടോ. നമ്മളെപ്പോഴും കറികളൊക്കെ വെക്കുമ്പോഴും ഇളക്കുമ്പോഴും ഒക്കെ നമ്മുടെ കൈപ്പാങ്ങിന് ഇണങ്ങിയ സ്പൂണ് തവിയൊക്കെ ഉപയോഗിക്കണം. അപ്പം നമുക്ക്
അത് ശരിക്ക് ചെയ്യാനുള്ള ഒരു വശമൊക്കെ കിട്ടും, ശരിക്കും ഇളക്കാനും കാര്യങ്ങൾക്കൊക്കെ നന്നായിട്ട്. ഇനി ഇത് മസാല മൂത്തു. ഇനി നമുക്ക് ടൊമാറ്റോ ഇടണം. ഇത് 2 ടൊമാറ്റോ, ഇത് മീഡിയം സൈസിൽ 2 ടൊമാറ്റോ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി നമുക്ക് ഇത് ഏകദേശം ഒന്ന് ഇതിൻ്റെ അകത്ത് കിടന്ന് ഒന്ന് വേകണം. ബോസ്കോ, ജെസ്സി നല്ല കുക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ സ്പെഷ്യൽ സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ പ്രേക്ഷകർക്ക് അതൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. നിങ്ങൾ കഴിക്കുന്ന ആൾ തന്നെ പറയൂ. ജെസ്സിയുടെ കുക്കിംഗ് നല്ല കുക്കിംഗ്, എല്ലാവർക്കും അഭിപ്രായം നല്ലതാണ്. സ്പെഷ്യലായിട്ട് അവൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ബീഫ് ഫ്രൈ ഉണ്ട്, മീൻ ചുവന്ന മീൻ എന്ന് പറയും, മുളകിട്ട് മുളക്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോംപ്ലേറ്റ്, വൈറ്റ് പോംപ്ലേറ്റ് മപ്പാസ്, പിന്നെ പ്രോൺസ് ഉണ്ട്, കവാബ് ഉണ്ട്. ഉണ്ടാക്കുന്നൊക്കെ നന്നായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ. ജെസ്സി, നമ്മുടെ ടൊമാറ്റോ ഏകദേശം വാടിയിട്ടുണ്ട്, മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത എന്താണ് പരിപാടി? ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ക്രാബ് ഇടുക. ക്രാബ് ഇടുക. അത് നല്ലപോലെ നമ്മൾ ഇത് ക്ലീൻ ചെയ്ത് എല്ലാം ഇത് ഇപ്പം 750 ഗ്രാം ഉണ്ട്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നമുക്കിനി ഇത് ക്രാബ് ഇടാം. ഇത് എങ്ങനെ ഇത് പൊളിച്ചെടുക്കുന്നത് അത് ഞാൻ അത് നമ്മൾക്ക് അതിൻ്റെ ടെക്നിക്ക് അറിയാമെങ്കിൽ നല്ല എളുപ്പമാണ്. അതൊരു ഷെല്ല്, ആദ്യമേ അതിൻ്റെ ആ കാലുകളെല്ലാം അങ്ങ് എടുത്ത് കളയുക, എടുക്കുക. പിന്നെ അതിൻ്റെ ആ ഷെല്ലിനൊരു കവറിങ് ഉണ്ട്, അത് പൊളിച്ച് മാറ്റുക. പിന്നെ അതിൻ്റെ ഒരു ഫെദർ പോലെ ഒരു സാധനമുണ്ട്, അത് എടുത്ത് കളയുക. പിന്നെ അതിൻ്റെ മുട്ട, ചിലപ്പോൾ ചിലതിൻ്റെ അകത്ത് അതിൻ്റെ മുട്ട കാണും. അത് നമുക്ക് മുട്ട പോലെ ഒരു മഞ്ഞ യെല്ലോ സാധനം, അത് നമുക്കവിടെ കീപ്പ് ചെയ്യാം. അല്ലാതെ ബാക്കി അതിൻ്റെ വേസ്റ്റ് കച്ചടയൊക്കെ എടുത്ത് കളയാം. നല്ലപോലെ റണ്ണിങ് വാട്ടറിൽ കഴുകുക, അപ്പോൾ അതിൻ്റെ ആ കച്ചട എല്ലാം അങ്ങ് പോകും. റണ്ണിങ് വാട്ടറിൽ അത് ഇതിങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ റണ്ണിങ് വാട്ടറിൽ കഴുകുമ്പോൾ അതിൻ്റെ ആ അഴുക്കൊക്കെ പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുള്ളു പോലെയുള്ള അതൊക്കെ ഞാൻ സിസേഴ്സ് കൊണ്ട് കണ്ടിച്ച് കളയണം. എന്നിട്ട് പിന്നെ ഇതിൻ്റെ ആ ഉളുമ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പല്ലെങ്കിൽ നാരങ്ങയോ വിനീഗറോ ആണെങ്കിലും മതി, ഇട്ട് നല്ലപോലെ കഴുകുമ്പോൾ അതിൻ്റെ ആ ഉളുമ്പെല്ലാം പോകും. നല്ലപോലെ 3-4 വശം കഴുകിയെടുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ ഇളക്കി. ഇനി ഇപ്പോൾ അതൊരു 15 to 20 മിനിറ്റ്സ് മീഡിയം തീയിലേക്ക് ഒരു 15 to 20 മിനിറ്റ്സ് ഇരുന്നാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല ഇതിൽ പിടിച്ചിട്ടുണ്ട്, കഷ്ണങ്ങളിലൊക്കെ പിടിച്ച് നല്ല ഇതായിട്ടുണ്ട്, കറക്റ്റായിട്ട് ഗ്രേവിയൊക്കെ ഇതായിട്ടുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഓരോരുത്തർക്കും ചിലർക്കൊക്കെ ഉപ്പ് ഇച്ചിരി കൂടുതൽ മുമ്പോട്ട് നിൽക്കണം. ഇത് ഞാൻ നോക്കിയിട്ട് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, ചേർക്കാം. അത് തന്നെ. അപ്പൊ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അത് ഒന്ന് മാറ്റി ഗാർണിഷ് ചെയ്ത് കാണിക്കും. അപ്പം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ജെസ്സിയുടെ ക്രാബ് റോസ്റ്റ് റെഡിയാണ്. ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ജെസ്സിയുടെ ഹസ്ബൻഡിനെ തന്നെ, ബോസ്കോയിനെ തന്നെ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ ബോസ്കോ ഒന്ന് ടേസ്റ്റ് ചെയ്തായിട്ട് വിവരം പറയും. അപ്പൊ ടേസ്റ്റ് ഞാനും റോയി ചേട്ടനും കൂടെ രണ്ടുപേരും കൂടെ ചെയ്യാം. രണ്ടുപേരുടെ അഭിപ്രായം പറയാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഒരു ചെറിയ പീസ് മതി. എങ്ങനെ ഉണ്ടെന്ന് ക്രാബ് തിന്നുന്നതിനൊരു ശൈലിയുണ്ട്. കൊള്ളാല്ലേ? നല്ല സൂപ്പറാണ് കേട്ടോ, സൂപ്പർ. ഇതെല്ലാരും ഉണ്ടാക്കി നോക്കണം. ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. നല്ലതാണ്. ഇത് എങ്ങനെയുണ്ട് ഇതിന്റെ മസാല? നല്ല സൂപ്പർ മസാല. എരിവും കുരുമുളക് ഒരു ടേസ്റ്റ് ഉണ്ട് ഇതില്. അത് ബൈറ്റ് കടിക്കുമ്പോൾ ഇത് വരുന്നുണ്ട്, പഞ്ച് വരുന്നുണ്ട്. ഇതിപ്പോ സംസാരിക്കാൻ നേരമല്ല, കഴിക്കാൻ നേരമുള്ളൂ. അത്രേ നല്ല ടേസ്റ്റാണ്.
നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. ജെസ്സി, ജെസ്സി, താങ്ക് യു വെരി thank മച്ച്. you very Thank you, much thank you. for the Thank you. crab. താങ്ക് യു. അപ്പോൾ എല്ലാവരും ഇത് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ഒരു നല്ല സ്പെഷ്യൽ വിഭവമാണ്. ഇന്നത്തെ കുക്കറി ഷോ ഇവിടെ പൂർണ്ണമാകുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, ഇത് കഴിച്ചു നോക്കണം. ഇത് നല്ല ടേസ്റ്റാണ്. സോ ജെസ്സി, ബോസ്കോ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Thank you for താങ്ക് യു. ഈ ആഴ്ചത്തെ പ്രവാസ ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണും വരെ ഞങ്ങളുടെ ചീഫ് റിപ്പോർട്ടർ ജോർജ് ജോസഫും ക്യാമറമാൻ ജോഷുവയ്ക്കുമൊപ്പം ഞാൻ ജെഫി ജേക്കബ് സൈനിങ് ഓഫ്.